ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ. അങ്ങനെ നിസ്കാരവും മോളെ മദ്രസയിൽ പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെത്തി ചോറിനിലെ വെള്ളം വെച്ചു. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം, കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കുകയാണ് ഫ്ലാസ്കിൽ. പിന്നെ അത് കഴിഞ്ഞ് അരിയൊക്കെ ഇട്ടു. അപ്പോൾ അത് ഗ്യാസുമ്മേ ചായക്കുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. പിന്നെ കുടിക്കാനുള്ള വെള്ളം തന്നെയാണ് കേട്ടോ അപ്പുറത്തും വെച്ചിട്ടുള്ളത്. പിന്നെ രാവിലേക്ക് കടിയുന്ന പൂരിയാണ്, ചപ്പാത്തിപ്പൊടി മാത്രമാണ് കേട്ടോ അതിന് എടുത്തിക്കണത്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് അത് കുഴച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ്. ഏത് ഓയിലും എടുക്കുക, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ കുഴച്ചെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ പൂരിക്ക് കറി ഉണ്ടാക്കുന്നത് കാടമുട്ട കൊണ്ട് മുട്ടക്കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കട്ടെ. അപ്പോൾ അതിക്കുള്ള ഉള്ളിയൊക്കെ ഇന്നലെ തന്നെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അങ്ങനെ തലേന്ന് തന്നെ നമ്മൾ പിറ്റേന്നൊക്കെ എന്താണ് കടി, അങ്ങനെ കറി എന്താണെന്നൊക്കെ നോക്കി ചൈക്കിലൊക്കെ നേരാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം കേട്ടോ. രാവിലെ എന്തായാലും തിരക്കാണല്ലോ. അപ്പോൾ അതിക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായി അരിഞ്ഞിട്ടിട്ട് അതിക്ക് വെല്ലുള്ളി വെട്ടിയത് ഇടുകയാണ്. അതൊക്കെ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് വാട്ടാനുള്ള ഉള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ തേങ്ങ ചിരകി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോരോന്നും ചെയ്യുമ്പോൾ നമ്മളെ പണികളൊക്കെ വേഗം ആവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതാ ചോറിനില്ലേ തീയൊക്കെ ഒന്നും കൂടിയും കത്തിച്ച് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അടച്ചു വെക്കുക. പിന്നെ അതിലേക്ക് തേങ്ങ അരക്കണേക്ക് കുറച്ച് വലിയ ജീരകവും 2 ഏലക്കയും 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും എടുത്തിട്ട് അതെല്ലാം പാടെ കൂട്ടി അരച്ചെടുക്കുക.
ഈ അരച്ചെടുത്തത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാകത്തിന് കറി ലൂസാക്കുക. അത്ര വലിയ ലൂസാവരുത്, എന്നാൽ കുറച്ച് കട്ടിയിലും ആയിട്ട് വേണം കറിയാക്കി എടുക്കാൻ. എന്നിട്ടത് തിള വരുമ്പോൾ നമുക്കത് ഓഫാക്കാം. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്ത മുട്ട തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഇടാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില എടുത്തിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഭൂരി ഉണ്ടാക്കിയെടുക്കാം. മെഷീനിന്മേൽ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ട് ഉരുളകളാക്കി എടുത്ത് അതുമ്മ അമർത്തി നേരെ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ അപ്പസോഡ ഒന്നും ചേർത്തിയിട്ടില്ല, എന്നാലും അത് പൊള്ളച്ച് വന്ന് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ചുട്ടെടുത്ത് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യം തന്നെ അല്ല കേട്ടോ. അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ ഇന്നും ആ ചൂട് കൊടുക്കാൻ തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ആദ്യം വന്നാൽ തന്നെ അടുക്കളയിൽ വന്നാൽ അപ്പോൾ വേഗം ഇതിനിൽ കുഴച്ച് വെക്കും. എന്നിട്ട് പിന്നെ കറിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ പിന്നെ മദ്രസയിൽ മോള് വന്നിട്ടാണല്ലോ ചായ കുടിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് ആക്കിയെടുക്കലുള്ളൂ. പിന്നെ നേരെ പ്രസ്സുമ്മ അമർത്തി എണ്ണയിട്ട് കോരിയെടുക്കാനല്ലേ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. ചിലപ്പോൾ കറി ഉണ്ടാക്കാതെ അങ്ങനെയും കഴിക്കാറുണ്ട്, അങ്ങനെയും മക്കൾക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇനി അപ്പോൾ അത് സച്ചുമോള് മദ്രസൊക്കെ വിട്ട് വന്നിട്ടോ. അപ്പം ഞങ്ങളിനി ചായ കുടിക്കട്ടെ. ചായകുടി കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ നമ്മൾ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് സച്ചുമോൾക്ക് മാങ്ങ മതി, മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പഴുത്ത മാങ്ങ ഉണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞു മുളക് പൊടിയല്ല, അതൊക്കെ കുരുമുളക് കുറച്ച് ചതച്ചിട്ട് ഇട്ടാൽ ഒന്നും കൂടി നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അതൊക്കെ നുറുക്കി അതൊക്കെ കുരുമുളകൊക്കെ ചതച്ച് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ആക്കി കൊടുത്തു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അതാ ഒരാൾ വന്ന് ഓരോ കഷ്ണം എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അത് അങ്ങനെ നേരാക്കി എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. കുരുമുളക് പൊടി ചേർക്കാതെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അങ്ങനെ ചേർത്താലാണ് നല്ല രസം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമുണ്ട്.
പിന്നെ ഇതാ മോള് സ്കൂളിൽ പോവാണ്. അപ്പോൾ കുറച്ച് കഞ്ഞി കുടിക്കും കേട്ടോ. ചിലപ്പോൾ ചോറായിരിക്കും, ചിലപ്പോൾ കഞ്ഞി വെക്കാൻ. അപ്പോൾ ഇന്ന് കഞ്ഞി മതി പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തിക്കുകയാണ്. അപ്പോൾ ഇതാ ബാഗിലേക്കൊക്കെ എല്ലാം വെച്ച് കൊടുത്ത് എന്താ സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നെ അതാ സിറ്റൗട്ടിൽ ഒന്ന് വെള്ളം പാർന്ന് അടിച്ച് കഴുകുകയാണ്. ആ മഴയൊക്കെ പെയ്യുമ്പോൾ സ്റ്റെപ്പുമ്പോൾ കൂടെയൊക്കെ മണ്ണുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ സിറ്റൗട്ട് ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം പാർന്ന് അടിക്കാനും സുഖമാണ്. പെട്ടെന്ന് ഇങ്ങനെ പാർന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും തുടച്ചെടുത്താൽ നല്ല വൃത്തിയായി കിടക്കും. അങ്ങനെ എന്നൊന്നും ചെയ്യലില്ല, ഇടയ്ക്കൊക്കെ അങ്ങനെ ഒന്ന് ചെയ്യും. എന്തെങ്കിലും ലിക്വിഡ് പറ്റിച്ചിട്ട് അങ്ങനെ ഒന്ന് അടിച്ച് കഴുകിയിട്ട് തുടച്ചെടുക്കുകയാണ്. പിന്നെ നാളെ ദോശ ചുടാലോ വിചാരിച്ചിട്ട് അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. ഇത് പാത്രം കഴുകിയെടുക്കാനുള്ള ലിക്വിഡ് ഒഴിച്ചിട്ട് ഇതാക്കുന്ന പാത്രമാണ്. എല്ലാവർക്കും ഉള്ളതാണല്ലോ, എല്ലാവർക്കും അറിയണമല്ലോ. അപ്പോൾ ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടതിന്. അപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിക്ക് വീണ്ടും ഒഴിച്ച് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയ്ക്കൊന്ന് സോപ്പിട്ട് കഴുകി എടുക്കട്ടെ. നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെ അപ്പോൾ ഈ എണ്ണയും ഇതൊക്കെ തെറിച്ചിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് സോപ്പിട്ടിട്ട് കഴുകിയെടുത്താൽ നല്ല വൃത്തിയായി കിട്ടും. എൻ്റെ കയ്യിൽ അത് സ്പോഞ്ചാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതായിട്ട് ആദ്യം ഒന്ന് സോപ്പാക്കിയിട്ട് ചെയ്തിട്ട് പിന്നെ അതൊന്ന് വെള്ളമാക്കി പിഴിഞ്ഞിട്ട് അതുകൊണ്ട് ഒന്നും കൂടി തുടച്ചെടുക്കും. പിന്നെ കോട്ടൺ ടവൽ കൊണ്ട് ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ ചുമരും കൂടി ഒന്നുകൊണ്ട് സോപ്പാക്കിയിട്ട് അങ്ങനെ തുടച്ചെടുത്താൽ അവിടെ തെറിച്ചതൊക്കെ ഇങ്ങോട്ട് പോന്ന് അവിടെ ഒന്ന് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ അവിടെയും പിന്നെ സിങ്കും ഒക്കെ കഴുകിയെടുത്തു. ഉച്ചക്കത്തേക്ക് കറി ഇന്നലത്തെ സാമ്പാറുണ്ട് കേട്ടോ. അപ്പം ഒന്ന് കറി വെക്കണ്ട. പിന്നെ വമ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് വേവിക്കണം. പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. പിന്നെ പപ്പടം പൊരിക്കുന്നുണ്ട്. പിന്നെ കറി ഇന്നലത്തെ സാമ്പാർ ഉണ്ടായതുകൊണ്ട് വെച്ചിട്ടില്ല. പിന്നെ കുക്കറിൽ വമ്പയറാണ്, അത് വെള്ളത്തിൽ രാവിലെ ഇട്ട് വെച്ചതിനു. അപ്പോൾ അത് ആ ചൂട് കൊടുക്കുന്ന കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുക്കറിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാ കൊണ്ടാട്ടമുളക് കുറച്ചുണ്ടായിന്. അപ്പോൾ അതും കൂടെ ആ പപ്പടം പൊരിച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുകയാണ്. പിന്നെ ആ ചട്ടിയിലത്തെ എണ്ണ ഒന്ന് മാറ്റി അതൊന്ന് കഴുകിയെടുത്ത് അതിൽ തന്നെ സാമ്പാർ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് വയ്ക്കട്ടെ.